ഒരു പേപ്പറും പേനയും വേഗം എടുത്തിട്ട് വായോ നമുക്കിതൊന്ന് വരച്ച് നോക്കാവേ. അപ്പോൾ ഒരു കോർണറിൽ നിന്ന് നമുക്കിതാ ഇതേപോലെ ലൈൻസ് വരച്ച് കൊടുക്കണം. പിന്നെ ഓരോ ലൈൻസിൻ്റെ ഇടയിലൂടെ ചെറിയൊരു സർക്കിൾ വരച്ചിട്ട് അതിലും ഇതേപോലെ കേർവ്ഡ് ആയിട്ടുള്ള ഒരു ലൈൻസ് അങ്ങോട്ട് വരച്ചു കൊടുക്കണേ. പിന്നെ വന്നിട്ട് നമ്മൾ സ്ഥിരം ചെയ്യുന്നത് പോലെ ഈ ഒരു ഡൂഡിലിങ്, അതായത് കേർവ്ഡ് ആയിട്ടുള്ള ലൈൻസ് വരച്ചു കൊടുക്കുക. എനിക്ക് ഏറ്റവും ഇഷ്ടം കളർ പെന്ന് കൊണ്ട് ചെയ്യുന്നതിനേക്കാളും നല്ലത് ജെൽ പെന്ന് കൊണ്ട് ഇതേപോലെ വരയ്ക്കുമ്പോഴാണ്. അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആ ഒരു കോമ്പിനേഷൻ വരുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയാണല്ലോ. അപ്പോൾ ഇതേപോലെ ഈ ഒരു ലൈൻസിലും കൂടെ ഇതേപോലെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് വേണം കേട്ടോ ഇതുപോലെ ഫുള്ള് കർവ്ഡ് ആയിട്ടുള്ള ലൈൻസ് വരച്ച് കൊടുക്കാൻ. അപ്പോൾ ഈ ഒരു സെൻറ്ററിൽ വരുന്ന ഈ ഒരു സർക്കിൾ 2 പാർട്ടീഷനാക്കി പോകുന്നത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു വർക്കിൻ്റെ ഫൈനൽ ലുക്ക് കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ലഭിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇതേപോലെ ഫില്ല് ചെയ്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട. ഇതേപോലെ ഒരു പേപ്പറും പേനും എടുത്തിട്ട് ഈ ഒരു വർക്ക് ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. സിമ്പിളാണ്, അതേപോലെ നന്നായിട്ട് മൈൻഡ് റിലാക്സിങ്ങും ആണേ.